നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതി രാജ്, ചെന്നിലേത്ത് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കായംകുളം. വന്ധ്യതാ ചികിത്സയ്ക്കായി ഒ പിയിലേക്ക് എത്തുന്ന 50% ദമ്പതിമാരിലും പുരുഷ വന്ധ്യതയുമായി ബന്ധപ്പെട്ടാണ് വരാറുള്ളത്. സെമൻ അനാലിസിസിലൂടെയാണ് നമുക്ക് പുരുഷ വന്ധ്യതയെക്കുറിച്ച് കൂടുതലായി അറിയാൻ സാധിക്കുന്നത്. സെമൻ അനാലിസിസിലൂടെ സ്പെർമിൻ്റെ കൗണ്ടും മോട്ടിലിറ്റി, മോർഫോളജി അങ്ങനെ മറ്റനേകം വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങളെ കുറിച്ചാണ്. ആദ്യത്തേത് വരിക്കോസീൽ. പുരുഷ വന്ധ്യതയിൽ കോമൺ ആയി കാണുന്ന ഒരു കാര്യമാണ് വരിക്കോസീൽ എന്ന് പറയുന്നത്. അപ്പം വരിക്കോസീൽ എന്ന് വെച്ചാൽ വൃഷ്ണസഞ്ചിയിലുള്ള രക്തം വഹിക്കുന്ന ധമനികൾ വികസിച്ച് അവിടെ അശുദ്ധമായിട്ടുള്ള രക്തം കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്കാണ് വരിക്കോസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ വൃഷ്ണസഞ്ചിയുടെ താപനില കൂടുകയും അതുവഴി ബീജോത്പാദനത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാരണമാണ് ഈ ചൂടുള്ള അന്തരീക്ഷത്തിലൊക്കെ ജോലി ചെയ്യുന്ന പുരുഷന്മാരിലും ഇത് സാധാരണയായി കണ്ടുവരുന്നുണ്ട്. അതായത് ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ ബീജോത്പാദനത്തിൻ്റെ തോത് കുറയുന്നതായി കാണാറുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പം പല പേഷ്യൻസും വരുമ്പോൾ പറയാറുണ്ട്, ഫ്രണ്ട്സിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അവരും ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫേണസിലും കിച്ചണിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ചെഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഈ ബീജോത്പാദനത്തിൻ്റെ തോത് കുറയുന്നതായി കാണാറുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് എക്സ്റേ, റേഡിയേഷൻ മുതലായവയിലേക്ക് കൂടുതലായിട്ടുള്ള എക്സ്പോഷർ കാരണവും ബീജോത്പാദനത്തിൻ്റെ തോത് കുറയുന്നുണ്ട്. അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം. ഇപ്പോൾ 1-2 മൊബൈൽ ഫോൺസാണ് ഓരോ ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ അതെല്ലാം ഈ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ടായിരിക്കും കൂടുതലും ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ ടെസ്റ്റിസിലേക്ക് എത്തുകയും അതുവഴി സ്പെർമാറ്റോജെനിസിസിനെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാരണമാണ് മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊക്കെ കൊണ്ട് ഈ ബീജോത്പാദനം നടത്തുന്ന സെൽസിനെ അത് ബാധിക്കുകയും അതുവഴി മോർഫോളജിക്കൽ ഡിഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സ്പെർമിന്. അതായത് ഘടനാപരമായ വൈകല്യം സ്പെർമിന് ഉണ്ടാവാറുണ്ട്. മറ്റൊരവസ്ഥയാണ് പ്രായപൂർത്തി ആയതിനു ശേഷം വരുന്ന മുണ്ടിനീര് അഥവാ മംസ് പോലെയുള്ള അസുഖങ്ങൾ മൂലം സ്പെർം സെൽസിൽ വീക്കം ഉണ്ടാവുകയും അതുവഴി സ്പെർമിൻ്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കൗണ്ടും മോട്ടിലിറ്റിയും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ രോഗസംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഇത് കണക്ക് കോശങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് TB, സിഫിലിസ്, പിന്നെ ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇത് കണക്ക് സ്പെർമിൻ്റെ കോശങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരവസ്ഥയാണ് പൊല്യൂഷൻ. മിക്ക മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ള കപ്പിൾസും നോക്കുമ്പോൾ ഒരുവിധം അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷേ അവരുടെ മോർഫോളജിക്കൽ ഡിഫക്റ്റ് ഉണ്ടാവും സെമനിൽ. അതിന് പ്രധാനമായിട്ടൊരു കാരണമാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം പൊല്യൂഷൻ അമിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിലും ഇത് കണക്ക് സ്ട്രക്ചറൽ ഡിഫോമിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. മറ്റൊരു കാരണമാണ് പോഷകം കുറഞ്ഞിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ ഒത്തിരി ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ജങ്ക് ഫുഡ്സിനെയാണ്. അപ്പം ജങ്ക് ഫുഡ്സിൽ നിന്ന് വേണ്ടത്ര പോഷകവും കിട്ടുകയില്ല. അതേപോലെ നാവിന് രുചി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന അജിനോമോട്ട, പിന്നെ കളറിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളും പ്രിസർവേറ്റീവ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അമിതമായി ചെല്ലുമ്പോൾ അത് സ്പെർമിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷനെ അത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് എടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരിലും ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്നതാണ് സ്ട്രെസ്സ്, അതുവഴി ഉറക്കമില്ലായ്മ, ആൻസൈറ്റി, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിന് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മാനസിക സമ്മർദ്ദം ഉള്ളവരിൽ എപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്താലും അതിനകത്ത് ഈ സ്ട്രക്ചറൽ ഡിഫോമിറ്റി കാണാറുണ്ട് സ്പെർമിൽ. അതായത് മോർഫോളജിക്കൽ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം മാനസിക സമ്മർദ്ദമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്യുക. എന്ന് വെച്ചാൽ കൗൺസിലിംഗ് കൊടുക്കാം, യോഗ, മെഡിറ്റേഷൻ, പിന്നെ അത് കൂടുതലാണെങ്കിൽ ഒട്ടനവധി ആയുർവേദ ചികിത്സകളുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള. അപ്പോൾ എപ്പോഴും അത് നോർമലാക്കി വെക്കാൻ ശ്രമിക്കുക. പുരുഷ വന്ധ്യതയിൽ സാധാരണയായി കണ്ടുവരുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കാരണങ്ങൾ അറിഞ്ഞ് ചികിത്സിച്ചാൽ മാത്രമേ വേണ്ടത്ര ഫലം ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.